ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു ആൻഡ്രോയിഡ് യു ഐ 3 ടൈപ്സിൽ നമുക്ക് കോഡിംഗ് എഴുതാൻ കഴിയും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻ സോഴ്സ് കോഡ് ഇൻ ജാവ, ദെൻ കംപ്ലീറ്റ്ലി ഇൻ XML നമുക്ക് കംപ്ലീറ്റ് കോഡ് എഴുതാൻ കഴിയും. അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ആണ് ഇൻ XML വിത്ത് കോഡ്. അത് XML ഡിസൈൻ ചെയ്യും, സോഴ്സ് കോഡ് ജാവയിൽ ഉപയോഗിച്ച് നമ്മൾ സോഴ്സ് കോഡ് എഴുതും ചെയ്യും. ഈ 3 ടൈപ്പിലാണ് നമ്മൾ സാധാരണ കോഡ് ചെയ്യാറ്. അതിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ XML ഡിസൈൻ ചെയ്യും, കോഡ് ജാവയിൽ എഴുതും. ഇതാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ കോമൺ കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് കൺട്രോൾ, ബട്ടൺ കൺട്രോൾ, ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ, റേഡിയോ ബട്ടൺ, ഇമേജ് കൺട്രോൾ, ഡേറ്റ് ആൻഡ് ടൈം കൺട്രോൾ, മാപ്പ് വ്യൂ കൺട്രോൾ. ഇത്രയും കൺട്രോൾസ് നമ്മൾ പറഞ്ഞതൊക്കെ എങ്ങനെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യുക, അതിന്റെ വ്യൂ ഓഫ് കോഡ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്തതാണ് ലാബ് പ്രാക്ടിക്കലായിട്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് അഡാപ്റ്റേഴ്സ്. നോർമലി ഒരു അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മൊബൈൽ ഫോണിന്റെ ചാർജർ അതിനൊരു അഡാപ്റ്റർ എന്ന് പറയാറുണ്ട്. അതുപോലെ ലാപ്ടോപ്പ് ചാർജർ അഡാപ്റ്റർ എന്ന് പറയാറുണ്ട്. അതിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റി അതിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ആ ഡിവൈസിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റിയൊക്കെ കൺവേർട്ട് ചെയ്യുക, അതിന്റെ ആവശ്യമുള്ള സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുക. DC ആകാം, AC ആകാം, കൺസെപ്റ്റ്. അപ്പൊ അതിന് ഒരു അഡാപ്റ്റർ സെൻട്രൽ വരുന്ന ഒരു ഇന്റർഫേസ് ആണ് ഈ അഡാപ്റ്റർ എന്ന് പറഞ്ഞത്. ലാപ്ടോപ്പിന്റെ ചാർജർ നമുക്ക് കണ്ടിട്ടുണ്ടാവും. പിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ വയറിന്റെ അടിയിൽ ചെറിയൊരു കട്ട ഉണ്ടാവും, ഒരു ബാർ ഉണ്ടാവും അല്ലെ. ആ ഒരു ബാറിനകത്ത് നമ്മൾ അതിന് ആവശ്യമുള്ള വൈദ്യുതി അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വരുന്ന ഇൻപുട്ടായി വരുന്ന കൺട്രോളിന് ഈ ഡിവൈസിനോട്ട് എന്താണ് ആവശ്യമുള്ളത് അതിക്ക് വേണ്ടി അതിനെ റീഅറേഞ്ച് ചെയ്യും. അപ്പൊ അതൊരു ഇന്റർഫേസ് ആണ് രണ്ടിന്റെ ഇടയ്ക്ക് വരുന്നത് അല്ലെ. ആ ഡിവൈസിന്റെയും അതുപോലെ ഇലക്ട്രിസിറ്റി വരുന്ന അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതാണ് അഡാപ്റ്റേഴ്സ് എന്നാണ്. ആ ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. ടു ഡിസ്പ്ലേ കളക്ഷൻ ഓഫ് ഡാറ്റ. ഇവിടെ നമുക്ക് യൂസർക്ക് വ്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഇവിടെ അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. യൂസറിന് ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിലെ കണ്ടന്റുകൾ ആ യൂസർക്ക് വ്യൂ ചെയ്യാൻ രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റ് ആക്കി മാറ്റുക, ഡിസ്പ്ലേ കണക്ഷൻ. അതാണ് യൂസ് ചെയ്യുന്നത് ഡാറ്റ എന്ന് പറയുന്നത്, ഈ ഒരു അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ടു മാനേജസ് ബോത്ത് ഡിസ്പ്ലേ ആൻഡ് ഡാറ്റ. യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള കണ്ടന്റും ബാക്ക് എൻഡിലുള്ള ഡാറ്റയും കൂടെ ഒരു കണക്ടിവിറ്റി, മാനേജസ് എന്ന് പറഞ്ഞ കണ്ടന്റ്. അതാണ് ഈ അഡാപ്റ്റേഴ്സ് എന്ന് നേരത്തെ പറഞ്ഞ കേസിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ആണ് അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സെപ്പറേറ്റ്സ് ഇൻടു ലിസ്റ്റ് കൺട്രോൾ ആൻഡ് ഡാറ്റ കൺട്രോൾ. ലിസ്റ്റ് ഓഫ് കൺട്രോൾസ്, ലിസ്റ്റ് കൺട്രോൾ ആൻഡ് ഡാറ്റ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്യും. ഒന്ന് കൺട്രോൾസും സെപ്പറേറ്റ് ചെയ്യും, അതുപോലെ ഡാറ്റയും സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നോക്കി ഇവിടെ ഡയഗ്രാം വരച്ച് നോക്കി. വ്യൂ നമ്മൾ കോഡ് ചെയ്ത് ചെയ്യുന്ന ആൻഡ്രോയിഡ് ജാവയിൽ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു കേസ് വരുന്നത്. വ്യൂ എന്ന് പറയുന്നത് വി ക്യാപിറ്റൽ ലെറ്റർ ഓർത്ത് വെക്കാം. ദെൻ വ്യൂ ഗ്രൂപ്പ്, അഡാപ്റ്റർ വ്യൂസ്. ഏതൊക്കെ വ്യൂസ് ആണ് വരുന്നത്? ലിസ്റ്റ് വ്യൂ, ഗ്രിഡ് വ്യൂ, സ്പിന്നർ വ്യൂ, ഗാലറി. ഇത് യൂസർ കാണുന്ന ടൈപ്പിലെ വ്യൂസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഡിസ്പ്ലേ ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞത് ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിലൊക്കെ സെറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റ് ഓഫ് വ്യൂസ് ഒക്കെ ആണ്. അതിലെ വ്യൂസ് ലിസ്റ്റ് ആയിട്ടാണ്. നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ കൊടുക്കും, ഏതൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പൊ മുകളിൽ കണ്ടന്റ് എഴുതും, താഴെ വേറൊരു ഐറ്റം എഴുതും, അതിന് താഴെ വേറൊരു ഐറ്റം, താഴെ ഇങ്ങനെ എഴുതി വരും. ദാറ്റ് ഈസ് ദ ലിസ്റ്റ് വ്യൂ കണ്ടന്റ്. ഓക്കെ, ഗ്രിഡ് വ്യൂ. ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല്, അതേ കൺസെപ്റ്റ് അതേ ഡയമെൻഷനിലായിരിക്കും നെക്സ്റ്റ് സെല്ല്, അതേ ഡയമെൻഷനിലായിരിക്കും നെക്സ്റ്റ് സെല്ല്. ഒരു ഗ്രിഡിൽ എന്തെല്ലാം ഫെസിലിറ്റി, എത്ര റെസൊല്യൂഷൻ ഉണ്ട്, അതിന്റെ സൈസ്, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ അതേ കൺസെപ്റ്റ് ആയിരിക്കും തൊട്ടടുത്ത ഗ്രിഡും. അപ്പൊ അങ്ങനെയുള്ള ഗ്രിഡ്. അപ്പൊ സാധാരണ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഗാലറി കൺട്രോൾ ഈ രൂപത്തിലുണ്ടായിരുന്നു, ഗ്രിഡ് വ്യൂ രൂപത്തിലായിരുന്നു ഗാലറി കൺട്രോൾസ് മുമ്പ് ഉണ്ടായിരുന്ന ഡിവൈസസിലൊക്കെ. ഇപ്പൊ ഇറങ്ങുന്ന ഫോണിലൊന്നും അങ്ങനെയല്ല ഉള്ളത്. അപ്പൊ നോക്കിയാൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ സ്പിന്നർ കൺട്രോൾ. വേറെ ഒന്ന് സ്പിന്നർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ കോംബോ ബോക്സ് അല്ലെ, അല്ലെങ്കിൽ HTML കേസ് സെലക്ട് ബോക്സ് എന്ന് പറയാറുണ്ട്. ഈ കോംബോ ബോക്സ്, സെലക്ട് ബോക്സ് എന്ന് പറഞ്ഞ കൺട്രോൾ ആൻഡ്രോയിഡിൽ പറഞ്ഞ പേരാണ് സ്പിന്നർ കൺട്രോൾ. ഇത് വളരെ സ്പേസ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പിന്നർ കൺട്രോൾ. വേറൊന്നാണ് ഗാലറി കൺട്രോൾ. ഈ ഗാലറി കൺട്രോൾ ഈ ഒരു ഗ്രേഡ് വ്യൂ വ്യത്യാസമുണ്ട്. ഗാലറി കൺട്രോളിൽ ഗാലറിയിൽ എല്ലാം ഉണ്ടായിരിക്കും. അത് ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ്, അനിമേഷൻ എല്ലാ കൺട്രോളുകളാണ് ഗാലറി കൺട്രോൾ. ഗ്രിഡ് വ്യൂവില് എന്താണോ ഉള്ളത് അതിന് ഗ്രിഡ് ആക്കി തരംതിരിച്ചിരിക്കും. അത് ഇമേജ് മാത്രമായിരിക്കാം, അത് വീഡിയോസ് മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ ഗ്രാഫിക്സ് അനിമേറ്ററി എലിമെന്റ് മാത്രമായിരിക്കാം. അതെല്ലാം ഓരോന്നും ഗ്രിഡ് ആക്കി തരംതിരിക്കുക. രണ്ടും ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ആണ്. ഇതില് വ്യൂ എന്ന് പറഞ്ഞ കണ്ടന്റ് വരുന്നതാണ് എന്ത്? ഡിസ്പ്ലേ പോർഷൻ. കണ്ടോ, മാനേജസ് ബോത്ത് ഡിസ്പ്ലേ ആൻഡ് ഡാറ്റ. ഡിസ്പ്ലേന്റെ പോർഷൻ വരാണ് വ്യൂസിൽ വരുന്നതല്ല. ദെൻ അതിനകത്തുള്ള കണ്ടന്റുകളോ അതാണ് ഡാറ്റ എന്ന ഓപ്ഷൻ. ഇപ്പൊ നമ്മൾ ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രിഡും ഒരേ ഡയമെൻഷനിലായിരിക്കും. അപ്പൊ അത് എല്ലാ പിക്ചേഴ്സും എല്ലാ ഫോട്ടോസും ഒരേ ഡയമെൻഷനിലായിരിക്കും. ചിലത് ലാൻഡ്സ്കേപ്പ് ഉണ്ടായിരിക്കും, ചിലത് പോർട്രേറ്റ് മോഡ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ആ സെയിം ഗ്രിഡിൽ അലോക്കേറ്റ് ചെയ്ത് വരണം. അപ്പൊ ഡാറ്റ മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്ത് മാനേജ് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേ ചെയ്യുന്ന വ്യൂസ് മാനേജ് ചെയ്യുന്നുണ്ട്. സോ ലിസ്റ്റ് വ്യൂ, ഗ്രിഡ് വ്യൂ, സ്പിന്നർ ആൻഡ് ഗാലറി.
ഓക്കെ അല്ലേ? ഓക്കെ, അഡാപ്റ്റർ വ്യൂസ്. ഫസ്റ്റ് ലിസ്റ്റ് അഡാപ്റ്റർ ലിസ്റ്റ് വ്യൂ. ഇതാണ് ലിസ്റ്റ് വ്യൂവിന്റെ പിക്ചർ. ഇതാണ് നമ്മൾ സെറ്റിംഗ് ലിസ്റ്റ് വ്യൂ. മുകളിൽ ഈ രൂപത്തിൽ ലിസ്റ്റ്, താഴെ വേറെ ഒന്ന്, അതിന് താഴെ വേറെ, അതിന്റെ താഴെ വേറെ. ഇതാണ് ലിസ്റ്റ് വ്യൂ എന്ന കൺസെപ്റ്റ്. ചില ഫോണുകളിലെങ്കിലും ഇതുപോലെ ലിസ്റ്റ് വ്യൂവിന്റെ ഇവിടെ ടിക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. ഓക്കെ, സാധാരണ ഫോണിലൊക്കെ സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ താഴെ താഴെ അതുപോലെ കാണാൻ പറ്റും. അപ്പൊ അതിനാണ് ഒരു ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ചില കേസിൽ നമുക്ക് ഈ ഒരു ലിസ്റ്റ് വ്യൂവിന്റെ ഈ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ ഓപ്ഷൻസ് റൈസിൽ കാണാൻ പറ്റും. റേഡിയോ ബട്ടൺ പോലെയോ ചെക്ക് ബോക്സ് പോലെയൊക്കെ കാണാൻ കഴിയും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് താഴെ താഴെ വരുന്ന കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ആ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് പറഞ്ഞാൽ താഴെ ഒന്നിന് താഴെ വേറൊന്നേ രൂപത്തിൽ വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലിസ്റ്റ് വ്യൂ. ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് ഐറ്റം വെർട്ടിക്കലി. കണ്ടോ, താഴെ താഴെ വരുന്ന വെർട്ടിക്കലി എന്നാണ്. വെർട്ടിക്കലി ആയിട്ടാണ് ഡാറ്റ അറേഞ്ച് ചെയ്യുക. സെക്കൻഡ് വൺ ഗ്രിഡ് വ്യൂ. ഗ്രിഡ് വ്യൂ എങ്ങനെയായിരിക്കും? ഡിസ്പ്ലേ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഗ്രിഡ് അല്ലെ. ഗ്രിഡ് വ്യൂ എന്നാൽ ഗ്രിഡ് ഫോമിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ദ കണ്ടന്റ് ഓഫ് ഗ്രിഡ് ക്യാൻ ബി ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ എക്സെട്ര. ഇതിൽ ഏതെങ്കിലും കണ്ടന്റ് ആയിരിക്കാം. നോക്കാം. നോക്കി, ഇവിടെ ഒരു ഗ്രിഡ് വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രിഡാണ്. ഇവിടെ ഇത് വേറെ ഗ്രിഡ്, ടെക്സ്റ്റിന്റെ ഗ്രിഡ് ആട്ടോ. ടെക്സ്റ്റ് ഗ്രിഡാണ് കൊടുത്തിട്ടുള്ളത്, ഗ്രിഡ് വ്യൂ. ഇതൊരു ടെക്സ്റ്റ് ആണ്, ടെക്സ്റ്റിന്റെ ഗ്രിഡാണ്. ഇത് വേറൊരു ഗ്രിഡാണ്. എല്ലാം ഒരേ വലിയൊരു വേർഡാണ്. ഈ ഒരു വേർഡ് ഇവിടെ കൊള്ളുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇങ്ങനെ രണ്ട് വേർഡ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രണ്ട് ലൈൻസ് കാണിക്കുന്നത് കേട്ടോ. സിംഗിൾ ലൈൻ, രണ്ട് ലൈനായി കാണിക്കും. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഇത് ഒരു ഗ്രിഡാണ്, ഇത് വേറെ ഗ്രിഡാണ്. ടെക്സ്റ്റിന്റെ ഗ്രിഡാണ്. വീഡിയോ ഗ്രിഡ് ആകാം, ഓഡിയോ ഗ്രിഡ് ആവാം. ഓക്കെ, നെക്സ്റ്റ് സ്പിന്നർ കൺട്രോൾ. എന്തായാലും സ്പിന്നർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോംബോ ബോക്സ് പോലെ അല്ലേ. ലൈക്ക് ഡ്രോപ്പ് ഡൗൺ മെനു. ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് വരും. അതിൽ നിന്ന് നമുക്ക് ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ഡൗൺ മെനു. കോംബോ ബോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെലക്ട് ബോക്സ് അങ്ങനെയൊക്കെ പറയാം. നോക്കാം. ഇതാണ് നമ്മുടെ സ്പിന്നർ കൺട്രോൾ. ഓക്കെ, ഇവിടെ എഴുതിയുണ്ട് സാറ്റം. കണ്ടോ, ഒരു ആരോ, ജസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇതുപോലെ താഴത്തെ വരും, കംപ്ലീറ്റ് വരും. ഇത് നമുക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പ്ലീസ് ചൂസ് എ പ്ലാനറ്റ്. കേട്ടോ, ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സാധാരണ കോംബോ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സ്പിന്നർ കൺട്രോൾ. ഓക്കെ, ലാസ്റ്റ് വൺ ഗാലറി കൺട്രോൾ. നമ്മുടെ ഫോണിൽ നോർമലി കാണുന്ന ഗാലറി കൺട്രോളിന് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടലി സ്കോറബിൾ ലിസ്റ്റ് കൺട്രോൾ. ഈ ഗാലറി കൺട്രോൾ എന്ന് പറഞ്ഞ മുമ്പത്തെ ഫോണിലൊക്കെ ഉണ്ടായിരുന്ന ഗാലറി കൺട്രോൾ ഹൊറിസോണ്ടലി സ്കോറബിൾ ആയിരുന്നു. ഈ നമ്മൾ കാണുന്ന വിൻഡോ സെന്ററിലായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഓൾഡ് പിക്ചർ, അല്ലെങ്കിൽ പ്രീവിയസ് പിക്ചർ. റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് പിക്ചർ ഉണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെ മൗസ് കൊണ്ട് സ്വൈപ്പ് ചെയ്യായിരിക്കും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ പിക്ചർ മാറി മാറി വരും. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് പിക്ചർ കിട്ടും. റൈറ്റ് ടു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പിക്ചർ വരും. ആ രൂപത്തിൽ നമുക്ക് ഓരോ പിക്ചേഴ്സും ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ കാണുന്ന പിക്ചർ ഏതാണ് ആ സെന്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഗാലറി കൺട്രോൾ ആൾവേസ് ഫേസസ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലിസ്റ്റ്. നമ്മുടെ കറന്റ് പേജിലെ, കറന്റ് വിൻഡോയിലെ ഏതാണ് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്നത് അത് കറന്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സ്വൈപ്പ് ചെയ്ത് റൈറ്റിക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പിക്ചർ ആയിട്ട് വരും. ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് പിക്ചറും നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് എ ടച്ച് മോഡ്. ടച്ച് മോഡ് ഉദ്ദേശിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം അല്ലെ, സ്വൈപ്പ് ചെയ്യണ്ടേ. ഈ സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് ടച്ച് ചെയ്തിട്ട് മൂവ് ചെയ്യണം. അതുകൊണ്ടാണ് ടച്ച് മോഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ 4 കൺട്രോൾസ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റൈൽ ആൻഡ് തീം അല്ലെ. സ്റ്റൈൽ ആൻഡ് തീം. സ്റ്റൈൽ ഉദ്ദേശം എന്താണ്? നേരത്തെ നമ്മൾ ഓരോ കൺട്രോൾസിന് സ്റ്റൈൽസ് പറഞ്ഞു. ഏതൊക്കെ സ്റ്റൈലിലായിരുന്നു? ബോൾഡ്, ഇറ്റാലിക്, നോർമൽ അല്ലെ, അത് സ്റ്റൈലായിരുന്നു. അപ്പൊ മൾട്ടിപ്പിൾ സ്റ്റൈൽസ് കൂടി ചേർന്നാൽ എന്തായാലും ഒരു തീമായിട്ട് മാറും. നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് തീംസ് ഉണ്ടല്ലോ. ആ തീംസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ഒരുമിച്ച് സെറ്റ് ആവുന്നല്ലോ. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയി വരും, ഫോർഗ്രൗണ്ട് സെറ്റ് ആകും. അതുപോലെ വേറെ ഏതെങ്കിലും ബട്ടൺ, ഏത് ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ആപ്പിന്റെ ഫോണ്ട് സൈസ് ചേഞ്ച് ആവും. അങ്ങനെ ഒരുപാട്, അത് സിംഗിൾ കണ്ടന്റുകളാണ്. ഒരുപാട് സിംഗിൾ കണ്ടന്റ്, സിംഗിൾ സ്റ്റൈൽ കൂടി ചേർന്നതായി അതൊരു തീമായിട്ട് മാറും. ഓക്കെ, നോക്കാം. സ്റ്റൈൽസ് ക്യാൻ ബി ഇൻ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി. സ്റ്റൈൽസ് ഒന്നെങ്കിൽ സ്റ്റാറ്റിക് ആക്കി മറ്റേ ഡൈനാമിക് ആയി ചേഞ്ച് ചെയ്യാം. നമ്മൾ ചേഞ്ച് ചെയ്ത കണ്ടന്റ് ഇപ്പൊ ഏത് സമയത്തും അതുപോലെ വന്നോളുന്നില്ല. ഒരു തവണ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് വർക്ക് ചെയ്യും. ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വെർഷനിലേക്ക് മാറാം. സ്റ്റൈൽസ് ഉദ്ദേശിച്ചു കേട്ടോ, തീമല്ല. ദെൻ തീമിന്റെ കാര്യത്തിലോ, തീമും നമുക്ക് എന്ത് ചെയ്യാം? ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പെർമനന്റ് ആയിട്ട് ആ രൂപത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റൈൽസ് മേ ബി സ്റ്റാറ്റിക്കലി ഓർ ഡൈനാമിക്കലി. യൂസ് സ്റ്റൈൽ അറ്റ് റൺ ടൈം. റൺ ടൈം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി, ഇപ്പോൾ വാട്സ്ആപ്പ് അല്ലാതെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫോണ്ട് അസൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ തന്നെ സെറ്റിംഗ്സ് കയറി കഴിഞ്ഞാൽ ഫോണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ കസ്റ്റമൈസ്ഡ് ഓപ്പറേഷനിലൊക്കെ ഒരുപാട് ഫോണ്ടുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ഫോണ്ട്, നമ്മൾ ഇതിൽ ആൻഡ്രോയിഡിലെ വെർഷൻസ് പറഞ്ഞായിരുന്നു, റോബോട്ടോ ഫോണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അല്ലെ. ഫോണ്ട് ഫാമിലി, റോബോട്ടോ ഫോണ്ട് ഫാമിലി ഞാൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഒരു ഫോണ്ട് ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോ ഫോണിലും നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്.
എ തീം ഈസ് റിയലി ആൾസോ എ സ്റ്റൈൽ. തീം എന്ന് പറഞ്ഞാൽ സ്റ്റൈലിന് മൾട്ടിപ്പിൾ സ്റ്റൈൽ കൂടിയതാണ് എന്ത് ഒരു തീം എന്നുള്ളത്. ക്യാൻ എക്സ്റ്റെൻഡ് ദ തീം ഇൻ ടു എ സ്റ്റൈൽ. ഓക്കെ, മൾട്ടിപ്പിൾ സ്റ്റൈൽസ് നമുക്ക് നേരെ ഒരു തീമായിട്ട് മാറ്റാം. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുമ്പോൾ തീം എന്താണ് എക്സ്റ്റെൻസ് എ തീം ഇൻ ടു എ സ്റ്റൈൽ. ഒരു തീം മൾട്ടിപ്പിൾ സ്റ്റൈൽസിന്റെ കണ്ടന്റിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. ഫയൽ സ്റ്റോർഡ് ആസ് തീം ഡോട്ട് എക്സ് എം എൽ. ബൈ ഡീഫോൾട്ട് നമുക്കറിയാം വാല്യൂസ് എന്നുള്ള ഓപ്ഷനിൽ തീം ഡോട്ട് എക്സ് എം എൽ എന്ന ഫയൽ ഉണ്ട്. വാല്യൂസ് നമ്മൾ കണ്ടില്ലേ, സ്ട്രിംഗ് ഡോട്ട് എക്സ് എം എൽ. അതേ രൂപത്തിൽ തന്നെ ഒരു ഫയൽ ഉണ്ട് തീം ഡോട്ട് എക്സ് എം എൽ. അതിൽ കറന്റ് തീം കംപ്ലീറ്റ് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത തീം നമുക്ക് എക്സ്ട്രാ ഒരു തീം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ. ഓക്കെ, സോ ക്ലിയർ ആയില്ലേ? ടോപ്പിക്, ബേസിക് ടോപ്പിക് ഇത്ര. നമുക്ക് ഇതിന്റെ പ്രോഗ്രാംസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലേഔട്ട് മാനേജേഴ്സിനെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.